KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. 5th സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസ് ബേസ്ഡ് അഞ്ചാമത്തെ സെമസ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് പേപ്പർ ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് മാർജിനൽ കോസ്റ്റിംഗിന്റെ പ്രോബ്ലംസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഒരു ഓർഗനൈസേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക്, ദാറ്റ് മീൻസ് BP, ബ്രേക്ക് ഇവൻ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാം, ദെൻ ഒരു ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്രത്തോളം സെയിൽസ് കണ്ടക്ട് ചെയ്യണം, മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലാസ് നമ്മൾ പഠിച്ചു. അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഒരു സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകുമ്പോൾ CVP അനാലിസിസ് ആണ്, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് അതിനെയാണ് പറയാ CVP അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതില് കോസ്റ്റ് വോളിയം മീൻസ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് ആണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്, ഒരു കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ എന്ന് വെച്ചാൽ PV റേഷ്യോ. പ്രോഫിറ്റ് വോളിയം മീൻസ് സെയിൽസ്. അപ്പോൾ സെയിൽസും പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ പറയാ PV റേഷ്യോ. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷനാണ്. എന്താണ് കാരണം? കോൺട്രിബ്യൂഷൻ ഇൻക്ലൂഡ്സ് 2 ഇമ്പോർട്ടന്റ് തിങ്സ്. എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്? നമ്പർ 1 ഫിക്സഡ് കോസ്റ്റ്, നമ്പർ 2 പ്രോഫിറ്റ്. പ്രോഫിറ്റും ഫിക്സഡ് കോസ്റ്റും രണ്ടും കൂടിയതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. ഓക്കെ, ദെൻ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് അൺകൺട്രോളബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, മാർജിനൽ കോസ്റ്റിംഗിൽ കൺസിഡർ ചെയ്യുന്നത് കോൺട്രിബ്യൂഷനെ മാത്രമാണ്. കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കോൺട്രിബ്യൂഷൻ മാർജിൻ അല്ലെങ്കിൽ ഗ്രോസ് മാർജിൻ. മാർജിനൽ പ്രോഫിറ്റ് ആണ് ഈ പറയുന്ന കോൺട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇവിടെ PV റേഷ്യോ എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലൂടെ നേരത്തെ നമ്മൾ പഠിച്ച എന്താണ് BP, ദെൻ ഒരു ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എത്രത്തോളം സെയിൽസ് കണ്ടക്ട് ചെയ്യണം, ദെൻ മാർജിൻ ഓഫ് സേഫ്റ്റി, ഇങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാനേജേഴ്സിന്റെ ഡിസിഷൻസ്, ഇതൊക്കെ നമുക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് PV റേഷ്യോ പോസിബിൾ ആണ്. അപ്പോൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ? BP കാൽക്കുലേറ്റ് ചെയ്യാൻ, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ ഡിസൈഡ് പ്രോഫിറ്റ്, മാർജിൻ ഓഫ് സേഫ്റ്റി, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ പറഞ്ഞ എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും വിത്ത് ദി ഹെൽപ്പ് ഓഫ് PV റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് CVP അനാലിസിസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെങ്കിൽ കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ദെൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർജിനൽ കോസ്റ്റിംഗിൽ നമ്മൾ ഇവിടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷനെയാണ് നമ്മൾ മാർജിനൽ പ്രോഫിറ്റ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള ആ ഒരു റേഷ്യോനെയാണ് നമ്മൾ പ്രോഫിറ്റ് വോളിയം റേഷ്യോ അല്ലെങ്കിൽ PV റേഷ്യോ എന്ന് പറയാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് CVP അനാലിസിസിലെ കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിലെ ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് PV റേഷ്യോ എന്താണെന്നുള്ളതും ദെൻ അത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ നമുക്ക് എങ്ങനെ എടുക്കാം, അപ്പോൾ എന്താണ് ഇക്വേഷൻ എന്നുള്ളതാണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. അതിന്റെ ബേസിൽ പ്രോബ്ലംസിലോട്ടും പോവാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇനി നെക്സ്റ്റ് നമ്മളിനി എല്ലാ പ്രോബ്ലംസും ചെയ്യുമ്പോൾ PV റേഷ്യോയുടെ ബേസിലായിരിക്കും നമ്മുടെ എൻറ്റയർ ഡിസിഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു CVP അനാലിസിസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. വോളിയം മീൻസ് സെയിൽസ്, പ്രോഫിറ്റ്. ഇൻ ദി കേസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് നമ്മൾ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ കോൺട്രിബ്യൂഷൻ ആണ്, മാർജിനൽ പ്രോഫിറ്റ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബിക്കോസ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആണ്. ഈ പറയുന്ന കോൺട്രിബ്യൂഷന്റെ ഉള്ളിൽ ഫിക്സഡ് അല്ലെ, കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അൺകൺട്രോളബിൾ ആയതുകൊണ്ട് തന്നെ കോൺട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ എന്താണ് PV റേഷ്യോ? ഞാൻ പറഞ്ഞു ഇവിടെ കോൺട്രിബ്യൂഷൻ, മാർജിനൽ പ്രോഫിറ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനും സെയിൽസും തമ്മിലുള്ള റിലേഷനെയാണ് നമ്മൾ PV റേഷ്യോ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ ആണ്. സോ PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ അതാണ് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് CVP അനാലിസിസിൽ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് BP, സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ എ ഗിവൺ പ്രോഫിറ്റ്. അതുപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ, അതിനുള്ള ഫോർമുല പഠിച്ചു. ഇനി
ഈ പറയുന്ന എല്ലാ കാൽക്കുലേഷൻസും വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പി വി റേഷ്യോ പഠിക്കുന്നത്. അപ്പൊ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസിന്റെ ഓർഡർ പഠിച്ചു. എനി യൂസസ് ഓഫ് പി വി റേഷ്യോ ആദ്യത്തെയാണ് ബി പി ഈസ് ഈക്വൽ ടു എന്താണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. നമ്മൾ നേരത്തെ പഠിച്ച എന്താണ് ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് ആണ്. ഇനി അങ്ങനെ ചെയ്യേണ്ട, നമ്മൾ ആദ്യം പി വി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ ചെയ്താൽ എന്ത് കിട്ടും? ബി പി കിട്ടും. ക്ലിയർ? ഓക്കെ. രണ്ടാമതായിട്ട് പറയാനുള്ളത് സെയിൽസ് വോളിയം റിക്വയർഡ് ടു ഏൺ എ ഗിവൺ പ്രോഫിറ്റ്. ഒരു ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് എത്ര സെയിൽസ് നമുക്ക് നേടണം? അതിന്റെ ഇക്വേഷൻ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ ഇൻടു സെയിൽസ് ആണ് നേരത്തെ പഠിച്ചത്. ഇനി അത് അപ്ലൈ ചെയ്യേണ്ട, ഫിക്സഡ് എക്സ്പെൻസസ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ. ആൻഡ് ഫൈനലി മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ? ആക്ച്വൽ സെയിൽസ് മൈനസ് ബി പി സെയിൽസ്. ഹിയർ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ക്ലിയർ? അപ്പോ ഇങ്ങനെ പി വി റേഷ്യോ വെച്ചിട്ട് നമുക്ക് ഈ 3 കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ബെനിഫിറ്റ്. അപ്പോ നെക്സ്റ്റ് പി വി റേഷ്യോ കണ്ടുപിടിച്ച് ഈ പറയുന്ന കാൽക്കുലേഷൻസ് ഒക്കെ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ. നെക്സ്റ്റ് നമുക്കപ്പോ പ്രോബ്ലത്തിലോട്ട് പോവാം. ആദ്യത്തെ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. സെയിൽസ് റുപ്പീസ് 1 lakh, വാരിയബിൾ കോസ്റ്റ് 60,000, ഫിക്സഡ് കോസ്റ്റ് 30,000. ഇത്ര ഡീറ്റെയിൽസ് തന്നിരിക്കുന്നു. ഫൈൻഡ് ഔട്ട് പി വി റേഷ്യോ, ബി പി, സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 20,000. 3 കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓരോ 1 by 1 ആയിട്ട് കാണാം. ആദ്യം നമുക്ക് എന്താണ്? പി വി റേഷ്യോ ആണ് കണ്ടുപിടിക്കാനുള്ളത്. പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? പഠിച്ചു. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻടു 100. സോ ഇവിടെ കോൺട്രിബ്യൂഷൻ ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ്? കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വാരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയുടെ? 1 lakh rupees. 1 lakh rupees minus variable cost 60,000 rupees is equal to 40,000 ആണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ. സോ നമുക്ക് ഇക്വേഷനിലോട്ട് പോകുമ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 40,000 divided by sales 1 lakh into 100. That means 40% ആണ് ഫസ്റ്റ് പി വി റേഷ്യോ. ഓക്കെ. സോ അതാണ് ആദ്യത്തെ കാൽക്കുലേഷൻ. പി വി റേഷ്യോ is equal to 40%. ക്ലിയർ? മൂവിംഗ് ടു നമ്പർ 2, ബി പി ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിച്ചു? പി വി റേഷ്യോ കണ്ടു. എത്രയാണ് പി വി റേഷ്യോ? പി വി റേഷ്യോ is equal to 40% കിട്ടി. ഇനി നമ്പർ 2 ബി പി ആണ് ഉണ്ട്. സോ ബി പിയുടെ ഇക്വേഷൻ ബി പി is equal to ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ. is equal to ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 30,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 40% ആണ്. സോ നമ്മൾ എങ്ങനെ എഴുതണം? ഡിവൈഡ് ബൈ 0.40. 40% എന്ന് പറയുമ്പോൾ 0.4 എന്നാലും നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടും. സോ 30,000 ഡിവൈഡ് ബൈ 0.40 is equal to എത്ര വരും? 75,000. ഓക്കെ. സോ ബി പിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു ബി പി 75,000. ക്ലിയർ? മൂവിംഗ് ടു നമ്പർ 3, നമ്മൾ എടുത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെയിൽസ് റിക്വയർഡ് ടു ഏൺ എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 20,000. 20,000 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ സെയിൽസ് എത്ര സെയിൽസ് നടത്തിയാലാണ് 20,000 രൂപ പ്രോഫിറ്റ് കിട്ടുക? അപ്പോ നമ്മൾ നേരത്തെ പഠിച്ചല്ല പി വി റേഷ്യോയുടെ ഹെൽപ്പോടുകൂടി ചെയ്യുമ്പോൾ എന്താണ് ഇക്വേഷൻ മാറി വന്നേ? എന്താണ് ഇക്വേഷൻ? എന്താണ് ഇക്വേഷൻ മാറി വന്നത്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ. സോ എങ്ങനെയാണ്? ഫിക്സഡ് കോസ്റ്റ് 30,000 പ്ലസ് ഡിസൈഡ് പ്രോഫിറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ 40% ആണ്. ദാറ്റ് മീൻസ് 0.40 is equal to, that means 50,000 divided by 0.40. Answer 1,25,000. Okay. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചത് പി വി റേഷ്യോ എന്താണെന്നുള്ളതാണ്. സി വി പി അനാലിസിസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്
സെയിൽസും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള റിലേഷൻ. വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ നമുക്ക് ഈ പറഞ്ഞ എന്താണ് ബി പി സെയിൽസ് ഇക്വേറ്റ് വേണേൽ പ്രോഫിറ്റ് അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഈ പ്രോബ്ലം ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോവാം. നെക്സ്റ്റ് കുറച്ചും കൂടി ഒരു നല്ല ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കടക്കാം. എന്താണ് ക്വസ്റ്റ്യൻ നോക്കിയേ. സെയിൽസ് 2 lakh rupees, വേരിയബിൾ കോസ്റ്റ് 1,50,000, ഫിക്സഡ് കോസ്റ്റ് 15,000, നെറ്റ് പ്രോഫിറ്റ് 35,000. കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് പി വി റേഷ്യോ, ബി പി, നെറ്റ് പ്രോഫിറ്റ് ഫോർ ദി സെയിൽ ഓഫ് rupees 3 lakh. നമ്മൾ അത് ചെയ്തിട്ടില്ല. 3 lakhs സെയിൽസ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര. ദെൻ നെക്സ്റ്റ് റിക്വയർഡ് സെയിൽസ് ഫോർ ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് rupees 70,000. എന്ന് വെച്ചാൽ 70,000 രൂപ ഡിസൈഡ് പ്രോഫിറ്റ് കിട്ടാൻ എത്ര സെയിൽസ് കണ്ടക്ട് ചെയ്യണം. അങ്ങനെ 4 കാര്യങ്ങൾ ചോദിച്ചിട്ട് 1 by 1 ആയിട്ട് നമുക്ക് പോവാം. ആദ്യം കണ്ടുപിടിക്കുന്നത് പി വി റേഷ്യോ ആണ് അല്ലെ. പി വി റേഷ്യോ ആണ് നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. പി വി റേഷ്യോയുടെ ഇക്വേഷൻ അറിയാം, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ഇൻടു 100. ഓക്കെ, സോ നമുക്ക് ആദ്യം എന്താ അറിയണം, കോൺട്രിബ്യൂഷൻ അറിയണം. ഇവിടെ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് എത്രയാണ് 2 lakh മൈനസ് വേരിയബിൾ കോസ്റ്റ് 1,50,000. ഓക്കെ, സോ 50,000 ആണ് എന്ത് വരാ, കോൺട്രിബ്യൂഷൻ വരാ. സോ നമുക്ക് ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോൺട്രിബ്യൂഷൻ 50,000 ഡിവൈഡഡ് ബൈ സെയിൽസ് എത്രയാണ് 2 lakh ഇൻടു 100. സോ എത്ര വരും 25% ആണ് നമ്പർ 1 ആദ്യത്തെ ആൻസർ പി വി റേഷ്യോ. ക്ലിയർ. ഇനി നമ്പർ 2 രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ, ബി പി. ഫൈൻഡ് ഔട്ട് ബി പി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബി പിയുടെ ഇക്വേഷൻ ഏതാ, ബി പിയുടെ ഇക്വേഷൻ വിത്ത് ദി ഹെൽപ്പ് ഓഫ് പി വി റേഷ്യോ. എന്താണ് ബി പിയുടെ ഇക്വേഷൻ, ബി പിയുടെ ഇക്വേഷൻ ബി പി ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, സോ ഫിക്സഡ് കോസ്റ്റ് എത്രയാണ് 15,000 ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 25% ആണ്. സോ 0.25 is equal to എത്ര വരും 60,000. ഓക്കെ, so that's about number 2 BP 60,000. Moving to number 3, മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് net profit for the sale of rupees 3 lakh. എന്താണ് 3 ലക്ഷം രൂപ സെയിൽസ് കിട്ടണമെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ 3 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്രയാണെന്ന് ചോദിച്ചിരിക്കണം. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റിന്റെ ഇക്വേഷൻ എന്താ നമ്മൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നു. എന്താണ്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ് അല്ലേ. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, സെയിൽസ് മാറുമ്പോ കോൺട്രിബ്യൂഷൻ മാറും. എന്താണ്, സെയിൽസ് മാറുമ്പോ കോൺട്രിബ്യൂഷൻ മാറും. അപ്പോ ഇവിടെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് കിട്ടിയ 50,000. അപ്പൊ നേരത്തെ കിട്ടിയത് 2 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിലുള്ള കോൺട്രിബ്യൂഷൻ ആണ് സെയിൽസിന് വാരിയബിൾ കോസ്റ്റ് കുറച്ചിട്ട്. ഇവിടെ സെയിൽസ് 3 ലക്ഷമായിട്ട് കൂടി. അങ്ങനെയാണെങ്കിൽ 3 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിൽ അതിന്റെ കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടി വരും. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. സെയിൽസ് മാറുമ്പോൾ അവിടെ എന്ത് മാറും പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ മാറും. അപ്പോ പി വി റേഷ്യോയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് അല്ലെ. കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ്. ഇവിടെ പി വി റേഷ്യോ നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയത് തന്നെയാണ്. എത്ര വരും 25%. നേരത്തെ കിട്ടിയത് തന്നെയാണ്. എത്ര 25%. ഇനി കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. പുതിയ സെയിൽസ് എത്രയാ പറഞ്ഞിരിക്കുന്നത് 3 lakh. ഓക്കെ, സോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പ്രോഫിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ എന്ത് വേണം, കോൺട്രിബ്യൂഷൻ വേണം. നേരത്തെ എഴുതി വെച്ച ഇക്വേഷൻ ആണ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഇവിടെ ഉണ്ട് 15, മാറില്ല എത്ര സെയിൽസ് ആണെങ്കിലും. പക്ഷേ സെയിൽസ് മാറുമ്പോഴുള്ള പുതിയ കോൺട്രിബ്യൂഷൻ അറിയില്ല. അത് കണ്ടുപിടിക്കാൻ നേരത്തെ ഇക്വേഷൻ പി വി റേഷ്യോയുടെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മറിച്ചിടാം. എങ്ങനെയാണ്, പി വി റേഷ്യോ ഈസ് ഈക്വൽ ടു 25% ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ്. അങ്ങനെയാണെങ്കിൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്താണ്, സെയിൽസ് ഇൻടു പി വി റേഷ്യോ അല്ലെ. സെയിൽസ് ഇൻടു പി വി. ക്ലിയർ. അപ്പൊ എങ്ങനെ വരും, ഇക്വേഷനിലേക്ക് മാറ്റുമ്പോ 3 lakh ഇൻടു പി വി റേഷ്യോ 25% ആണ്. സോ 25%. ഓക്കെ, സോ ആൻസർ എത്ര വരും
is equal to 75,000. ഇതാണ് എന്ത് വരാ പുതിയ കോൺട്രിബ്യൂഷൻ വരാ 3 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിലുള്ള കോൺട്രിബ്യൂഷൻ. അപ്പൊ കോൺട്രിബ്യൂഷൻ നമുക്ക് എത്ര കിട്ടി? 75,000 കിട്ടി. സോ നമുക്കിനി അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ 75,000 മൈനസ് ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 15,000. സോ മൈനസ് 15,000 ഈസ് ഈക്വൽ ടു എത്രയായി? 60,000. ഓക്കെ, സോ ഇതാണ് നമുക്ക് മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത്. 3 ലക്ഷം രൂപ സെയിൽസ് ആണെങ്കിൽ പ്രോഫിറ്റ് എത്ര? ക്ലിയർ? മൂവിംഗ് ടു ഫോർത്ത് വൺ. നാലാമതായിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് റിക്വയർഡ് സെയിൽസ് ഫോർ ദി നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹70,000. 70,000 രൂപ പ്രോഫിറ്റ് ആണെങ്കിൽ, പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര സെയിൽസ് കണ്ടക്ട് ചെയ്യണം? ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ്. ഡിസൈർഡ് പ്രോഫിറ്റ് ആണ് 70,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ. പഠിച്ചിട്ടുള്ളല്ലേ? അങ്ങനെയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് എത്ര? ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു 15,000 പ്ലസ് ഡിസൈർഡ് പ്രോഫിറ്റ് 70,000 ഡിവൈഡഡ് ബൈ PV റേഷ്യോ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് 25% ആണ്. 25% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.25 ഇടണം. സോ എങ്ങനെ വരും കാൽക്കുലേഷൻ? 85,000 divided by 0.25 clear is equal to 3,40,000. Okay, so 70,000 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ 3,40,000 സെയിൽസ് അവിടെ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഈ ഒരു പ്രോബ്ലം വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമുക്ക് എക്സാമിന് എന്തായാലും ഇതിൽ നിന്ന് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. SC ആയിട്ടും വരും, 4 മാർക്സ് ആയിട്ടും വരും. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് വിത്ത് ദി ഹെൽപ്പ് ഓഫ് PV റേഷ്യോ BP കാൽക്കുലേറ്റ് ചെയ്യാൻ. ദെൻ എന്താണ് സെയിൽ ഇപ്പോ ഡിസൈഡ് പ്രോഫിറ്റ് വെച്ചിട്ട് സെയിൽസ് എത്രത്തോളം വേണം, അതേപോലെ തന്നെ സെയിൽസ് മാറുമ്പോൾ പ്രോഫിറ്റ് എത്ര. അപ്പൊ നമ്മൾ പറഞ്ഞു എപ്പോ സെയിൽസ് മാറുന്നു അപ്പൊ കോൺട്രിബ്യൂഷൻ മാറും. അതാണ് നമ്മള് PV റേഷ്യോ ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ സെയിൽസ് ആണ് ഇക്വേഷൻ എങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ഇതാണെങ്കിൽ എന്ത് കിട്ടും? സെയിൽസ് ഇൻറ്റു PV റേഷ്യോ ഇതാ പുതിയ കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനിൽ നിന്ന് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി. നാലാമത് ഇതും ചെയ്തു. ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. കുറച്ചും കൂടി എന്താണ് അഡീഷണൽ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാരിറ്റി അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ നൽകുന്നതായിരിക്കും. സോ നമ്മളിപ്പോൾ 1 ഇയർ, ഒരു ഇയറിലത്തെ ഡീറ്റെയിൽസ് വെച്ചിട്ട് PV റേഷ്യോ കണ്ടുപിടിക്കാനും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഇയേഴ്സ് ഡീറ്റെയിൽസ് തരും. 2 കൊല്ലത്തെ സെയിൽസ് തരുന്നു, 2 കൊല്ലത്തെ പ്രോഫിറ്റ് തരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ PV റേഷ്യോ BP ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമുക്ക് നെക്സ്റ്റ് കാണാനുള്ളത്. എല്ലാവരും നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.